അവിനാശിനോടൊപ്പം വളരെ കുറച്ചു കാലം ഒരു മാറാരോഗിയായി ജീവിച്ചാൽ മതിയോ നിനക്ക്? എന്തിനാ മോളെ നല്ല പ്രായം ഇങ്ങനെ പാഴാക്കുന്നത്? പയ്യൻസിനോടൊപ്പം അടിച്ചു പൊളിച്ച് കഴിയണ്ടേ? ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സർജറിയൊക്കെ നടത്തി നല്ല മിടുക്കിയായിട്ടിരുന്നോളാം കേട്ടോ. എന്റെ വണ്ടി ഇപ്പൊ വരും, ഞാൻ പൊയ്ക്കോട്ടെ? ഓ യെസ്, പൊയ്ക്കോളൂ. ഈ ചൂട് എനിക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല. ഗോപിയോ, എന്താ മോളെ ഈ നേരത്ത്? കുട്ടൻ എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തായാലും ഉമ്മയോട് പറയേ. ഞാനൊരു കാര്യം ചോദിച്ചാ ഉമ്മ സത്യം പറയൂ? എന്റെ ഗോപിയോട് ഉമ്മ സത്യം പറയാതിരിക്കോ? എന്താ മോൾക്ക് അറിയണ്ടേ? പറ മോളെ, എന്താ കുട്ടൻ അറിയണ്ടേ?
ഉമ്മ, എന്താ എന്റെ അസുഖം? അസുഖോ? എന്റെ അള്ളോ, എന്താ ഞാൻ ഈ കേക്കണത്? എന്റെ കുട്ടിന് എന്താ അസുഖം? ഉമ്മയോട് ആരും പറഞ്ഞില്ലല്ലോ. എന്നോട് മറച്ചു പിടിക്കണമെന്നും പറഞ്ഞ് ഏട്ടൻ ഉമ്മയോട് വല്ലതും പറഞ്ഞു? എന്താ മോളെ നീ പറയണത്? ഉമ്മയ്ക്ക് ഒരു പിടിയും കിട്ടണില്ലല്ലോ. എന്താ ഇപ്പൊ ഈ കൊച്ചിന് പറ്റിയത്? ആദ്യം പറഞ്ഞു അസുഖാണെന്ന്, ഇപ്പതേ. അതെ ഉമ്മ, എനിക്ക് അസുഖ, പക്ഷെ ശരീരത്തിനല്ല. പിന്നെ തലയ്ക്ക. ഉം, അതെ, നല്ല 1ാം ക്ലാസ് വട്ട്. നേരാ, നിനക്ക് വട്ട് തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചു. അതൊരു രസമല്ലേ ഉമ്മ? ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോ വട്ട് വേണം. പക്ഷേങ്കില് മനുഷ്യന്റെ ജീവൻ എടുക്കണ വട്ട് വേണ്ട കേട്ടോ. ആ ഉമ്മ, സത്യത്തിൽ ഞാനൊരാളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ബസ് ഈ സ്റ്റോപ്പിൽ നിർത്തിയപ്പോ ഉമ്മയെ കണ്ടിട്ട് പോവാന്ന് കരുതി. അതാ പെട്ടെന്ന് കയറി വന്നത്. ഇനി ഞാൻ നിക്കണില്ല, പോട്ടെ. പോവല്ലേ, ഉമ്മ നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാ മതി. ശരി, ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഉമ്മ പോയി എടുത്തോണ്ട് വാ. ഗോപി, കുറെ നേരം ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അരമണിക്കൂർ എന്ന് പറഞ്ഞ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ തന്നെ 1.5 മണിക്കൂറായി. നീ കാര്യം പറയുന്നുണ്ടോ? പരിചയപ്പെട്ട അന്ന് മുതൽ ഈ നിമിഷം വരെ എന്നോട് കള്ളത്തരം കാണിക്കാത്ത ഒരേ ഒരാള് അമൃതേച്ചിയാ. അതിന് ഇപ്പോ ഒരു സത്യം അറിയാനാ ഞാൻ വന്നത്. നുണ പറഞ്ഞെന്നെ ചതിക്കരുത്. എനിക്ക് അറിയാവുന്നതും പറയാവുന്നതുമാണെങ്കിൽ സത്യമേ പറയൂ. നിനക്കത് ഉറപ്പിക്കാം. നീ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറ ഗോപി, വെറുതെ മെനക്കെടുത്ത്. എന്താ എന്റെ അസുഖം? എന്താ ഒന്നും പറയാത്തത്? എല്ലാവരെയും പോലെ നിങ്ങൾക്കും കൈ എഴുതാം. അസുഖവും എന്തസുഖം എന്ന് പറയാം. പിന്നെ ഒരു പച്ച നുണ തട്ടിവിടാം, ഒന്നും അറിയില്ലെന്ന്. ഇതിലേത് സാധ്യതകളും ഉപയോഗിക്കാം. പക്ഷെ എന്റെ അവസാനത്തെ പ്രതീക്ഷയാ നിങ്ങൾ. ഒഴിഞ്ഞു മാറരുത്, സത്യം പറയണം. എന്റെ അസുഖം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. അത്രയ്ക്കുള്ള അവകാശമെങ്കിലും എനിക്ക് അനുവദിച്ചു തരണം. ഗോപി, നിന്നോട് നുണ പറയാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഒന്നുണ്ട്, നീ ഇപ്പൊ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത് ഞാൻ എന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചൊരു രഹസ്യം. അതെന്നെന്നും ഒരു രഹസ്യമായി കാത്തുകൊള്ളാമെന്ന് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തുപോയി. ആ സ്ഥിതിക്ക് ഐ എം സോറി മോളെ. നന്ദിയുണ്ട് അമൃതേച്ചി, സത്യം പറഞ്ഞതിന്. മറക്കില്ല ഞാൻ ഒരിക്കലും. നിന്റെ മനസ്സിപ്പോ കാറും കോളും നിറഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം. മോളെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളൊന്നും എന്റെ കൈവശമില്ല. ഞാൻ നിസ്സഹായിയാണ്. സാരമില്ല, ആശ്വാസവാക്കുകളല്ല, സത്യം. അത് മാത്രം നിങ്ങളിൽ നിന്ന് ഞാൻ തേടിയത്. എനിക്കെന്റെ വഴി തുറന്നു കിട്ടി. ഇനിയുള്ള ദൂരം ഞാൻ തനിച്ചു പൊയ്ക്കോളാം. നന്ദി, ഒരുപാട് നന്ദി. ഗോപി,
ഇത് ആരുടെ മെഡിക്കൽ റിപ്പോർട്ടാണ്? അത് എന്റെ വളരെ അടുത്ത ഫ്രണ്ടിന്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വന്നതാ. ഏത് ഡോക്ടറെയാണ് കാണിക്കുന്നത്? ഡോക്ടർ അപർണ. ഡോക്ടർ എന്താ പറഞ്ഞത്? അത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും. ഓ, ഡോക്ടർ അപർണയുടെ നിഗമനം ശരിയാണ്. ഡയലേറ്റഡ് കാർഡിയാക് മയോപ്പതി അതിന്റെ അക്യൂട്ട് സ്റ്റേജിലാണ്. മരുന്നുകൊണ്ട് ഈ അസുഖം? ഇല്ല, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയാണ് ഏക പോംവഴി. സ്റ്റേജ് അത്രയ്ക്ക് മോശമാണ്. പിന്നെ പേഷ്യന്റിനെ കൂടെ കണ്ടാലേ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. അല്ല മാഷേ, ആ ഡോക്ടർ എന്താ പറഞ്ഞത്? അത് എന്തു പറയാനാ, നീ ആള് തീരെ ശരിയല്ല എന്ന് പറഞ്ഞു. അത് പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. എന്റെ മഹാരോഗത്തെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നാ ചോദ്യം. മഹാരോഗം? ഒന്ന് പോടി. ഞാനുടനെ തട്ടിപ്പോന്നെങ്ങാനും പറഞ്ഞോ? അതാ 2 ദിവസമായി അവിനാഷ് എന്തോ വല്ലാത്ത ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നു. ഏട്ടാ, ഇനിയിപ്പോ ഡോക്ടർക്ക് എന്നെ കുറിച്ച് വല്ല സംശയവും? എന്ത് സംശയം? ഏയ്, ഒന്നും ഉണ്ടാവില്ല. അല്ല, അല്ലെങ്കിൽ എന്തിനാ അവരെന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? അത് ഏട്ടാ, എനിക്ക് വല്ല രോഗമുണ്ടോ? രോഗം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവര് നമ്മളോട് പറയാതിരിക്കും. അല്ല ഡോക്ടർ, റിസൾട്ട് എങ്ങനെയുണ്ട്? ഓ, അതിൽ കുഴപ്പമൊന്നുമില്ല. എവ്രിതിങ് ഈസ് നോർമൽ. അതെ, അത് ഈ ചേട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ല, കുറച്ചു നാളായില്ലേ എന്നെ ഇങ്ങനെ പരിശോധിക്കാനും പരീക്ഷണം നടത്താനും തുടങ്ങിയിട്ട്. സത്യത്തിൽ എന്റെ അസുഖം എന്താ? ഏതായാലും എനിക്കും കൂടി ഇതൊന്നും അറിയണമല്ലോ. ചുമ്മാ ഈ കഠിന തടവ് ഞാൻ അനുഭവിക്കുന്ന എന്തിനാ? അസുഖത്തിന്റെ പേരാണോ അറിയേണ്ടത്? അയ്യോ, അത് വേണ്ട. ഈ കടിച്ച പൊട്ടാത്ത മെഡിക്കൽ ജാഗൻസ് എനിക്ക് സഹിക്കാനൊക്കത്തില്ല. ഉള്ള കാര്യം പറഞ്ഞാ മതി. കുട്ടിയുടെ ഹാർട്ടിന്റെ മൈട്രൽ വാൽവിന് ചെറിയൊരു കംപ്ലൈന്റ്, അത്രേ ഉള്ളൂ.
ചത്തു. സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിനാഷിന് ഫോൺ കട്ട് ചെയ്യാം. എന്താ അങ്ങനെ? കഴിഞ്ഞ ദിവസം മുഴുവൻ അവിനാഷിന്റെ മൊബൈലിൽ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എടുത്തില്ല. അത് മനഃപൂർവ്വമല്ല. നാണ പറയണ്ട, അത് മനഃപൂർവ്വം തന്നെയാ. അവിനാഷ്, നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറയാം. അതെന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. അങ്ങനൊന്നും ഇല്ല ഗോപി. കഴിഞ്ഞതെല്ലാം മറക്കാം. ഇനി നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ. അല്ലേ? അവിനാഷ്, അവിനാഷ്, എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. പക്ഷേ നമുക്കധികം സമയമില്ലല്ലോ ഗോപി. ആര് പറഞ്ഞു സമയമില്ലാന്ന്? നോക്ക്, 100 വയസ്സ് വരെ നമ്മൾ ജീവിക്കും. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്ന അച്ചു. ഇനി 80 വർഷത്തിലേറെ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെന്തിനാ തിരക്ക് കൂട്ടുന്നേ? 80 80 ലക്ഷം വർഷം നിന്നോടൊന്നിച്ച് കഴിയണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ ഇടയിൽ മരണം കയറി വന്ന് വിളക്കൂതിക്കളയൊന്ന് പേടിയുണ്ട്. ആദ്യം പോകുന്നത് ആരായാലും അയാൾ അടുത്ത ആളിന്റെ ഓർമ്മകൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. അപ്പോ രണ്ടുപേരും പിരിയില്ല. ജീവിതത്തിന് പകരം വെക്കാൻ ഓർമ്മകൾക്കാവൂ ഗോപി. എല്ലാവരും എത്ര നന്നായിട്ട് അഭിനയിച്ചു. മരണം വിധിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയോടുള്ള സഹതാപം. ഈ സഹതാപത്തെയല്ലേ ഇത്രയും കാലം ഞാൻ സ്നേഹമൊന്നും തെറ്റിദ്ധരിച്ചത്. ഞാനൊന്നും അറിയാതിരിക്കാൻ എന്റെ ഏട്ടൻ എത്രയാ പാടുപെട്ടത്. അച്ചു, നിനക്കെങ്കിലും എന്നോട് സത്യം പറയാമായിരുന്നു. ഈ നുണകളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് മരണത്തിലേക്ക് മടങ്ങാൻ എനിക്ക് വയ്യ. ഈശ്വര, എനിക്കിത് സഹിക്കാനുള്ള കഴിവ് തരണേ.
Ha ha ha.